ഇന്ന് ഈ KSRTC ബസ്സൊക്കെ കയറിയിട്ട് നേരെ ഞങ്ങൾ പോകുന്നത് മാപ്ലാഷ് റിസോർട്ടിലോട്ടാണ്. ഇന്ന് ബസ്സിന് പോകാമെന്ന് കരുതി. അങ്ങനെ ഇതാ ബസ്സിൽ കയറിയപ്പാടെ തന്നെ ഫ്രണ്ടിലുള്ള സീറ്റിൽ കയറി അങ്ങിരുന്നു ഞങ്ങൾ. പിന്നെ സ്നാക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പോകുന്ന വഴി കഴിക്കാൻ വേണ്ടിയിട്ട്. രാവിലെ വീട്ടിൽ നിന്നൊന്നും കഴിക്കാണ്ട് ഇറങ്ങി. 2-3 ദിവസമായിട്ട് നല്ല സുഖമില്ലായിരുന്നേ. അങ്ങനെ ഇതാ പോകുന്ന വഴിക്കാണെങ്കിൽ നല്ല ബ്ലോക്കായിരുന്നു. നമ്മുടെ കൽപ്പറ്റ എത്തുന്നതിന് മുന്നുള്ള റോഡ് പണി അടക്കമായിരുന്നു. അങ്ങനെ ലേറ്റ് ആയിട്ടാണ് നമ്മൾ കൽപ്പറ്റ എത്തിയത്. അവിടുന്ന് തന്നെ ഒരു ഓട്ടോ വിളിച്ചിട്ട് നേരെ റിസോർട്ടിലോട്ട് പോയി. പിന്നെ റിസോർട്ടിലോട്ട് പോകുന്ന വഴിയൊക്കെ നല്ല രസാട്ടോ. തേയിലത്തോട്ടം, കുഞ്ഞു വീടൊക്കെ, ശരിക്കും ഒരു ഗ്രാമം എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ റിസോർട്ടിൽ എത്തിയ പാടെ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ പോയത്. ചൾസേച്ചി കുറേ നേരമായി നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇതാ നമുക്ക് ജ്യൂസൊക്കെ കൊണ്ടു തന്നു. ഞാൻ പിന്നെ വലുതായി പ്രാക്ടീസ് ചെയ്യാൻ നിന്നില്ല കേട്ടോ, സുഖമില്ലാത്തതുകൊണ്ട്. പിന്നെ ഇതാ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെയും വിദ്യേച്ചിനും ചെരുപ്പ് ഒന്നായതുകൊണ്ട് ഞങ്ങളിത് മാറ്റിയിട്ടിട്ടാട്ടോ പുറത്തോട്ട് ഇറങ്ങിയേ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ലിതി ചേച്ചി പോയി. ചേച്ചിക്ക് വർക്ക് ഉണ്ടായിരുന്നു. ഞങ്ങളത് കഴിഞ്ഞ് ഉള്ളിലോട്ട് വന്നപ്പോഴത്തേക്ക് ഇത് അവിടെ ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വെറുതെ പാപ്പാൻ്റെ മുഖം മൂടിയൊക്കെ എടുത്ത് വെച്ച് കുറച്ച് നേരം ഇറങ്ങുന്നു. അതുകഴിഞ്ഞ് പിന്നെയും നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ കൽപ്പറ്റയ്ക്ക് പോയി. പിന്നെ അവിടെ പോയിട്ട് ഒരു അവിൽ മിൽക്ക് കഴിച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇവരോടെല്ലാവരും ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ബസ് കാത്ത് വെക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായിരുന്നു. ഒറ്റ ബസ് കിട്ടിയില്ല. ബസ് കിട്ടിയപ്പോഴാണ് ഒടുക്കത്ത് തിരക്കും. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. അതിൻ്റെ ഇടയ്ക്ക് നല്ല വിശക്കുന്നതുകൊണ്ട് ഞങ്ങൾ മുട്ട ബജി വാങ്ങിയിട്ടുണ്ടായിരുന്നു കൽപ്പറ്റയിൽ നിന്ന്. അങ്ങനെ ബസ്സിലിരുന്ന് അത് കഴിച്ച് പിന്നെ ടൗണിലെത്തി നേരെ വീട്ടിലോട്ട്.